ചുറ്റും ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നല്ലതിനെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്താൽ, കുറച്ച് ഫീച്ചേഴ്സ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്കൊരു നല്ല പോളിസി കിട്ടും. എന്തൊക്കെ അവോയ്ഡ് ചെയ്യണ്ടേ, എന്തൊക്കെ ആഡ് ചെയ്യണ്ടേ, നമുക്കൊന്ന് നോക്കിയാലോ. റൂം റെൻറ്റ് ലിമിറ്റ്. ചികിത്സ ആവശ്യം വന്നാൽ നമുക്ക് റൂമില്ലാതെ പറ്റില്ല. അപ്പോൾ റൂം റെൻറ്റിന് ക്യാപ്പിംഗ് വരുന്ന പോളിസികളെ ഒഴിവാക്കാം. നോ സപ്ലിമെൻറ്റ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ്സ്. ചികിത്സ ഏതുമാവട്ടെ നമുക്ക് മൊത്തം കവറേജ് കിട്ടണം. സീറോ കോ പേയ്മെൻറ്റ്. ഫൈനൽ ബില്ല് വരുമ്പോൾ കമ്പനി ഇത്ര ഭാഗം അടയ്ക്കും, ബാക്കി കസ്റ്റമർ അടയ്ക്കണം. ഈ സ്ട്രാറ്റജിയാണ് കോ പേയ്മെൻറ്റ്. അതിനെ നമുക്കങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ഇനി എന്താ ആഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണ്ടേ? മോഡേൺ ട്രീറ്റ്മെൻറ്റ് കവറേജ്. ആധുനിക ചികിത്സാ രീതികളായി ഇന്ന് എല്ലായിടത്തും. അപ്പോൾ അതിന് മുഴുവൻ കവറേജ് ലഭിക്കണ്ടേ? ഒരു പോർഷൻ കിട്ടിയാൽ മതിയോ? അങ്ങനെയുള്ള പോളിസികൾ സെലക്ട് ചെയ്യണം. റീസ്റ്റോറേഷൻ. ഒരു ചികിത്സ ആവശ്യം വന്നു, ഉപയോഗിക്കുകയും ചെയ്തു, അടുത്ത വട്ടവും റീഫിൽ ആകുന്ന ഒരു പോളിസി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൺസ്യൂമബിൾ കവറേജ്. ഗ്ലൗസ്, മാസ്ക്, സർജിക്കൽ കോട്ടൺ പോലുള്ള സാധനങ്ങൾക്കുള്ള കവറേജ് നമ്മുടെ പോളിസിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി, സാധാരണ പോളിസികളിലെല്ലാം ബോണസ് നോ ക്ലെയിം ആണ്. അതായത് ഈ വർഷം ക്ലെയിം ഇല്ലെങ്കിൽ അടുത്ത വർഷം ബോണസ് തരാം. എന്നാൽ ഇപ്പോൾ ഗ്യാരണ്ടീഡ് ബോണസ് എന്ന് പറഞ്ഞൊരു സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോണസ് ലഭിക്കും. അതുകൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോളിസി അടിപൊളി. അപ്പോൾ ചൂസ് വൈസ്ലി.